ഗുഡ് മോർണിംഗ് എവരിബഡി. ലിറ്റ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ഇംഗ്ലീഷ് കോമൺ കോഴ്സ് ട്രാൻസാക്ഷൻസ് എസെൻഷ്യൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് എന്ന പേപ്പറിലെ ഒന്നാമത്തെ ചാപ്റ്റർ പ്രൊനൗൺസിയേഷൻ, അതിൻ്റെ മൂന്നാം ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. In the first two parts we have discussed vowels, different types of vowels, consonants, different consonants, how to pronounce, and I think that you might have watched the videos and you get the idea, and I reinforce you that without understand the first two chapters, the first two parts, you cannot go after, you cannot go forward in the third parts. It is necessary to understand vowels and consonant, how to pronounce it, and how we use it. Unless we could not follow the next part of the transitions. So ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗവും നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ വി കുഡ് നോട്ട് ഗോ ഫോർവേഡ്, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ആദ്യത്തെ രണ്ട് ഭാഗത്ത് ശരിക്ക് പഠിച്ചാൽ മാത്രമേ, ഭാഗം ശരിക്ക് പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ അത് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നു. ഈ മൂന്നാം ഭാഗത്തിലേക്ക് പോകുന്നു, ഒന്നാമത്തെ ചാപ്റ്ററിലെ മൂന്നാം ഭാഗം. In this part we are going to study word stress. There are two types of stresses in English. First one word stress and second one sentence stress. We are studying in this book word stress only. Later we could study sentence stresses also. What is stress? What is stress? What is word stress? Stress is defined as varying degree of emphasis or force with such sounds are produced. It is defined as varying degree of emphasis or force with such sounds are produced. While we are producing a sound, we are giving much emphasis or much stress or force on some sounds, and these sounds are said as stressed word or stressed sound. നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് ചില വാക്കുകൾക്ക് കൂടുതൽ, ചില സൗണ്ടുകൾക്ക്, ഒരു വാക്കിലെ ചില സൗണ്ടുകൾക്ക് നമ്മൾ കൂടുതൽ എംഫസിസ് കൊടുക്കും, ഫോഴ്സ് കൊടുക്കും. അങ്ങനെയുള്ള ആ പദത്തെ, ആ വാക്കിനെ അങ്ങനെ കൊടുക്കുന്നതിന് നമ്മൾ സ്ട്രെസ് എന്ന് പറയും. ആ ഒരു സൗണ്ടിനെ നമ്മൾ സ്ട്രെസ്ഡ് സൗണ്ട് എന്ന് പറയും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. That emphasis is typically caused by such properties as increased loudness and vowel length, full articulation of the vowel, and changes in tone. By these ways we could give emphasis on some of the sounds. The first one is increased loudness. We can make a louder voice on that sound. For example, if you are taking a word examination, in this word we are giving much louder sound to the sound nation. എക്സാമിനേഷനിൽ നേ എന്നതിന് നമ്മൾ കുറച്ച് കൂടുതൽ സൗണ്ട് കൊടുക്കുന്നു. എക്സാമിനേഷൻ. ഇറ്റ് സംടൈംസ് മേ വവൽ ലെങ്ത്, വവലിൻ്റെ ലെങ്ത് കുറച്ച് നീട്ടിയിട്ട് പറയും. അപ്പോൾ എക്സാമിനേഷൻ കുറച്ചൊന്ന് നീട്ടുന്നു, എക്സാമിനേഷൻ നീട്ടി പറയുന്നു. ഓർ ഫുൾ ആർട്ടിക്കുലേഷൻ ഓഫ് ദ വവൽ. ചില സമയത്ത് നമ്മൾ ഫുൾ ആർട്ടിക്കുലേഷൻ ഓഫ് ദ വവലിനെ നന്നായി ഒന്ന് ഉച്ചരിക്കും. എബൌട്ട്, നമ്മൾ എബൌട്ട് എന്ന് ഉച്ചരിക്കുമ്പോൾ എന്നുള്ളിടത്താണ് സ്ട്രെസ്. അപ്പോൾ എബൌട്ട്, അതിനെ ഫുൾ ആർട്ടിക്കുലേഷൻ നടത്തുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത്. നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വാക്കാണ് സിലബിൾ. വാട്ട് ഈസ് സിലബിൾ? Syllable is a unit of pronunciation having one vowel sound with or without surrounding consonants, forming the whole or a part of word. ഒരു വേർഡിൻ്റെ ഒരു പാർട്ടോ അല്ലെങ്കിൽ ടോട്ടലോ ആയിട്ട് ഒരു കോൺസണൻറ്റും ഒരു വവലും ചേർന്നിട്ട്, ഒരു വവൽ കൊണ്ടാണ് ഉണ്ടാകുന്നത്. എ യൂണിറ്റ് ഓഫ് പ്രൊനൗൺസിയേഷൻ ഹാവിങ് വൺ വവൽ.
ഒരു വവലല്ല, ഒരു വവൽ കൂടി വരുന്ന ഒരു പ്രൊനൗൺസിയേഷൻ യൂണിറ്റ്. With or without surrounding consonants, there may be a consonant forming the whole or a part of a word. This consonant and vowel may form whole or part of the word. ഒരു വേർഡിന്റെ പകുതിയോ അല്ലെങ്കിൽ വേർഡ് മുഴുവനോ ഒക്കെ ആയിട്ട് വരും. ഉദാഹരണം നോക്കൂ, വേർഡ്. വേർഡ് വേർഡ് എന്നതിൽ ഒരു വവലാണുള്ളത്, എന്ന ശബ്ദം നമുക്കറിയാം. വേർഡ് ഇത് ഒരു സിലബിളാണ്. വേർഡ് അതിൽ ഒരു വവൽ, അതിനോട് അനുബന്ധിച്ചിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ഓരോ കോൺസണന്റ്. വേർഡ്. നെക്സ്റ്റ് വാക്ക് നോക്കൂ, വാട്ടർ. 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 വാ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വവല് കണ്ടോ, അതിനോട് കൂടിയിട്ട് ഒരു കോൺസണന്റ് ഉണ്ട്. വാ. ട്. ട്. ട് എന്ന ഒരു കോൺസണന്റും അതിൻ്റെ കൂടെ ഒരു വവലും. വാട്ടർ. വാട്ടർ. അപ്പം രണ്ട് സിലബിൾ ഉള്ള ഒരു വാക്ക്. ഇനി നോക്കൂ, എക്സാമിനേഷൻ. 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 ഇപ്പം എത്ര സിലബിൾ ഉണ്ട്? 5 സിലബിൾ. എക്സാമിനേഷൻ. 5 സിലബിൾ ഉള്ള വേർഡ്. അപ്പോൾ വാട്ട് ഈസ് സിലബിൾ? ഒരു വവലും അതിൻ്റെ കൂടെ കോൺസണൻറ്റും കൂടിയിട്ടുള്ള ഒരു പാർട്ട് ഓഫ് ദ വേർഡ് അല്ലെങ്കിൽ ഹോൾ വേർഡ്. ഇപ്പോൾ വേർഡ് എന്നത് ഒരു വേർഡ് മുഴുവനാണ്, അതിലൊരു ഒരു വവൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ വേർഡ്, വാട്ടറിലും എക്സാമിനേഷനിലൊക്കെ ഉള്ളതുപോലെ പാർട്ട് ഓഫ് ദ വേർഡ്. ഇങ്ങനെ വരുന്നതിന്, ഇങ്ങനെയുള്ള യൂണിറ്റ് ഓഫ് പ്രൊനൗൺസിയേഷനെയാണ് നമ്മൾ പറയുക സിലബിൾ. Syllable is a unit of pronunciation having one vowel sound with or without surrounding consonants, forming the whole or a part of a word. I think you could understand. For example, in the word father, 2 syllables. Father. Father. The first syllable is more prominent than the second. നമ്മൾ സ്ട്രെസ്സിലേക്കാണ് വരുന്നത്. സ്ട്രെസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, the first syllable is more prominent than second. Father. Father. We are giving stress, we are giving emphasis, or we are forcing on father. there എന്നുള്ളതിന് അത്ര, എന്നതിന് അത്ര ഒരു സ്ട്രെസ് ഉണ്ടാവില്ല. അപ്പോൾ the first syllable is more prominent than the second syllable. Therefore, stress is marked on the first syllable fa. അപ്പോൾ ഫ എന്ന സ്ഥലത്ത് എന്ന സിലബിളിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നു. ഇനി എങ്ങനെ നമുക്ക് സ്ട്രെസ് നമ്മൾ എഴുതുമ്പം വരുത്താം? A stress is marked above the accented syllable as shown in the brackets father. Father എന്നതിൽ ആക്സെന്റഡ് സ്ട്രെസ്ഡ് സിലബിളിന് നമ്മൾ മറ്റൊരു പേരും കൂടെ പറയും, ആക്സെന്റഡ് സിലബിൾ. സ്ട്രെസ്ഡ് സിലബിൾ ഈസ് ഓൾസോ നോൺ ആസ് ആക്സെന്റഡ് സിലബിൾ. അപ്പം ആക്സെന്റഡ് സിലബിളിൻ്റെ മുമ്പിൽ നമ്മൾ ഒരു ചെറിയ ഒരു ഇൻവെർട്ടഡ് കോമ പോലെ, ചെറിയ സിംഗിൾ ഇൻവെർട്ടഡ് കോമ പോലെ ഒരു മാർക്കിടും. ഫാദർ ഉണ്ടല്ലോ, ഫാദർ എന്നതിൽ ഫ എന്നതിലാണ് സ്ട്രെസ് കൊടുക്കുന്നത്. അപ്പോൾ ഫാദർ. 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 ഫാദർ അങ്ങനെയല്ല നമ്മൾ ഉച്ചരിക്കേണ്ടത്, ഫാദർ. ഫാദർ. ഓക്കെ. ഇപ്പോൾ ഫ എന്നതിലൊരു മാർക്ക് ഉണ്ടല്ലോ. അപ്പോൾ എ സ്ട്രെസ് ഈസ് marked above the accented syllable as shown in the brackets father. And certain common rules of stress. We know that in English we could not identify the stress, word stress. How could we follow the stress? There is no certain rules to follow the stress. It is heard or it is understood by listening to the English native speakers, and even though there are some common rules of the stress. സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് സ്ട്രെസ്സിന് അങ്ങനത്തെ റൂളുകളൊന്നുമില്ല. എന്നാൽ ചില റൂളുകൾ നമ്മൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്, നമ്മൾക്ക് മനസ്സിലാക്കി വന്നിട്ടുണ്ട്. ആ റൂളുകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒന്ന്, first one, words with same spelling and same sound can have difference in their pronunciation. ഒരേ വാക്കുകൾ, ഒരേ സ്പെല്ലിംഗ് ഉള്ള, ഒരേ സൗണ്ട് ഉള്ള വാക്കുകൾ,
ഒരേ സ്പെല്ലിങ്ങിലുള്ള വാക്കുകൾ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊണൗൺസിയേഷൻ വരും. അത് എപ്പോഴാണ്? ഇഫ് ദ വേർഡ് ഈസ് എ നൗൺ ഓർ അഡ്ജക്റ്റീവ് ദ സ്ട്രെസ് ഫാൾസ് ഓൺ ദ ഫസ്റ്റ് സിലബിൾ. ആ വേർഡ് ഒരു പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, നൗണോ അഡ്ജക്റ്റീവോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് സിലബിളിന് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നു. ഇഫ് ദ വേർഡ് ഈസ് എ വേർബ്, ഇനി ആ വേർഡ് ഒരു വേർബ് ആണെങ്കിൽ ദ സ്ട്രെസ് ഈസ് ഓൺ ദ സെക്കൻഡ് സിലബിൾ. സ്ട്രെസ് നമ്മൾ സെക്കൻഡ് സിലബിളിൽ കൊടുക്കും. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആബ്സെന്റ്. ഈ ആബ്സെന്റ് എന്ന വാക്ക് അതിന് ഒരേ സ്പെല്ലിങ്ങിൽ നമ്മൾ വേർബും നൗണും ആക്കിയിട്ട് ഉച്ചരിക്കും, കരുതും. ഒരേ സ്പെല്ലിങ്. ഈ സ്പെല്ലിങ് ആബ്സെന്റ് എന്ന സ്പെല്ലിങ് നമ്മൾ നൗണും വെർബും അതേപോലെ തന്നെ അഡ്ജക്റ്റീവും ആയിട്ടും കാണും. നൗണും അഡ്ജക്റ്റീവ് ആകുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സിലബിളിന് സ്ട്രെസ് കൊടുക്കും. ട്രാൻസ്ക്രൈബ് ചെയ്ത് എഴുതിയത് നിങ്ങൾ കാണുക. അതിൻ്റെ സ്ട്രെസ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ആബ്സെന്റ്, ആബ്സെന്റ്, ആബ്സെന്റ്. ആ എന്നതിനാണ് നമ്മൾ സ്ട്രെസ് കൊടുത്തിട്ടുള്ളത്. ആബ്സെന്റ്, ആബ്സെന്റ്. എന്നാൽ നോക്കൂ, സെക്കൻഡിൽ വേർബായിട്ട് വരുന്നത് നോക്കൂ, അതിൽ സ്ട്രെസ് സെന്റ് എന്നതിലാണ്. അപ്പം നമ്മളിങ്ങനെ പറയും absent, absent, absent. എങ്ങനെ നമുക്കത് സെന്റൻസിൽ ഉപയോഗിക്കാം? There are two people absent in our class. There are two students absent in our class. But if the teacher asked how did students sorry, did you absent in the classroom, like that, did you absent in the classroom, like that we can pronounce. So നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണം. നൗൺ ആകുമ്പോഴും വെർബ് ആകുമ്പോഴും. നൗൺ ആകുന്ന സമയത്ത് absent. How many persons are absent in our class? Absent. ഇനി verb ആകുന്ന സമയത്ത് നമുക്ക് പറയാം absent. If you absent, you should be punished. If you absent in the class, you should be punished. Like that we can pronounce. അപ്പോൾ ഇതിലൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. verb ആകുന്ന സമയത്തും noun ആകുന്ന സമയത്തുള്ള ഒരു റൂളാണ് നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് റൂളിലേക്ക് നമുക്ക് പോകാം. Certain common rules of stresses ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ഉദാഹരണത്തിലേക്ക് പോകാം. Words with weak prefixes are stressed on the root word. There are some words which have weak prefixes. എന്താണ് prefix എന്ന് പറഞ്ഞാൽ? affixes എന്ന് പറഞ്ഞാൽ മുമ്പും വേർഡിന്റെ മുമ്പും ശേഷവും ചേർക്കുന്നതിനാണ് നമ്മൾ affixes എന്ന് പറയുക. മുമ്പ് ചേർക്കുന്നതിനെ മാത്രം നമ്മൾ prefix എന്ന് പറയും. ശേഷം ചേർക്കുന്നതിന് നമ്മൾ സഫിക്സസ് എന്ന് പറയും. ഇപ്പോൾ ഒരു വാക്ക് നമുക്കെടുക്കാം, റീഡ്. റീഡ് എന്നതിൻ്റെ ശേഷം ചേർക്കുന്നതാണ് റീഡിങ്, അറിയാലോ. മുമ്പ് ചേർക്കുന്നതാണ് റീഡിങ്, അങ്ങനെ അറിയാലോ. എന്നാൽ ചില വീക്ക് പ്രഫിക്സസ് ഉണ്ട്. അത് ആദ്യമേ ആ വാക്കിൽ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ സ്ട്രോങ് അല്ല, അത് വീക്കാണ്. അത് പലപ്പോഴും പല ലാംഗ്വേജിൽ നിന്ന്, ലാറ്റിൻ, ഫ്രഞ്ച് പോലെയുള്ള ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ചില പ്രിഫിക്സസ് ആണ്. അത് എടുത്തു മാറ്റിയിട്ടുള്ള ഉപയോഗം വളരെ കുറവാണ്. അങ്ങനെയുള്ള ചില വാക്കുകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അങ്ങനെയുള്ള വാക്കുകളിൽ റൂട്ട് ഫോമിലാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുക. ഉദാഹരണം നോക്കൂ, എഗോ, എഗോ, എഗോ. ബില്ലോ, ബില്ലോ. റെഡ്യൂസ്, റെഡ്യൂസ്. ഇതിൽ ഗോ എന്ന വാക്കിൻ്റെ കൂടെ എ എന്ന പ്രിഫിക്സ് കൂടി. അപ്പോൾ പ്രിഫിക്സ് വന്ന സമയത്ത് നമ്മൾ റൂട്ട് ഫോമായ ഗോയിൽ സ്ട്രെസ് കൊടുക്കുന്നു. ബില്ലോ എന്നതിൽ ലോ എന്നതിൻ്റെ കൂടെ ഒരു പ്രിഫിക്സ് വന്നു, അത് ബി. അപ്പോൾ നമ്മൾ റൂട്ട് ഫോമിൽ ലോയിൽ സ്ട്രെസ് കൊടുക്കുന്നു. റെഡ്യൂസ് എന്ന പദത്തിൽ ഡ്യൂസ് എന്ന പദം ആദ്യമേ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പദമായിരുന്നു. അതിൻ്റെ കൂടെ റി എന്ന പ്രിഫിക്സ് വന്നപ്പോൾ ഡ്യൂസിൽ റൂട്ട് ഫോമിൽ നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നു. എഗോ, ബില്ലോ, റെഡ്യൂസ്. തേർഡിലേക്കാണ് പോകുന്നു. Words ending in ION have the stresses on the syllable before the final syllable.
when the words are ending in ION, the syllable before the final syllable is stressed. For examination, for example, examination, examination. അപ്പോൾ IOL അവസാനിക്കുന്ന ഒരു സിലബിൾ അങ്ങനെ വന്ന് ഇപ്പോൾ TIO എന്നാണല്ലോ എക്സാമിനേഷനിൽ അവസാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പുള്ളതിൽ നമ്മൾ സ്ട്രെസ് എടുക്കും. ബിഫോർ ദ ഫൈനൽ സിലബിൾ ആണ്. അപ്പോൾ അതിന് മുമ്പുള്ള ഏതാണ്? നേ. അപ്പോൾ എക്സാമിനേഷൻ, 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 നേ എന്നതിനാണ് സ്ട്രെസ് കൊടുക്കുന്നത്. നാലാമത്തെ റൂള് നമ്മൾ പോകുന്നു. വേർഡ്സ് ദാറ്റ് എൻഡ് ഇൻ IC, ICAL, ICALLY, IAN are stressed on syllable before the suffix. ഇതൊക്കെ സഫിക്സ് ആണ് നമുക്കറിയാം. സഫിക്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ശേഷം ചേർക്കുന്നതിനാണ് സഫിക്സ് എന്ന് പറയാം. ഇതിന് നേരെ മുമ്പുള്ളതിൽ നമ്മൾ സ്ട്രെസ് കൊടുക്കും. ഉദാഹരണം ആർട്ടിഫിഷ്യൽ, ആർട്ടിഫിഷ്യൽ, ICIAL, ICAL എന്നതാണ്, സോറി IAL അല്ലേ, ആർട്ടിഫിഷ്യൽ എന്നുള്ളത് നേരത്തെ ഓക്കെ. ഇതിൽ ICIAL ആണ് കേട്ടോ, ICIAL ആണ്. ആർട്ടിഫിഷ്യൽ, ആർട്ടിഫിഷ്യൽ, ICIAL എന്ന സഫിക്സിൻ്റെ നേരെ മുമ്പുള്ള സിലബിളായ ഫി, അതിൽ നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നു. ആർട്ടിഫിഷ്യൽ. ഇപ്പോൾ നമ്മൾ നോക്കൂ, കോമിക് എന്ന പദം, കോമിക്, കോമഡിയുടെ കോമിക്, മീക്ക് എന്നതിൽ നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നു. ഇനി നമ്മൾ മറ്റു റാഡിക്കൽ, റാഡിക്കൽ എന്ന പദത്തെ റാഡിക്കൽ, റാഡിക്കൽ കണ്ടോ. നമ്മൾ അങ്ങനെയാണ് സ്ട്രെസ് കൊടുക്കുന്നത്. ഈ ഒരു പദങ്ങൾ വരുമ്പോൾ അതിൻ്റെ നേരം സഫിക്സിന് നേരെ മുമ്പുള്ള സിലബിളിൽ നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നു. റാഡിക്കൽ എന്നതിൽ കൽ എന്നതാണ് സഫിക്സ്. അപ്പോൾ പിന്നെ അതിന് നേരെ മുമ്പുള്ള റാഡിക്കൽ, റാഡിക്കൽ. കോമിക് എന്നതിൽ IC ആണ് സഫിക്സ്. അപ്പോൾ നമ്മൾ മീൽ സ്ട്രെസ് കൊടുക്കുന്നു, കോമിക്. ഓക്കെ. ഇനി നെക്സ്റ്റ് അഞ്ചാമത്തത്, വേർഡ്സ് എൻഡിങ് വിത്ത് ദ സഫിക്സ് ഇയർ, അതേപോലെ ആൻഡ് ഇ ആർ സ്ട്രെസ്ഡ് ഓൺ ദ സഫിക്സ്. ഇപ്പോൾ EER അതേപോലെ EE എന്നതിൽ അവസാനിക്കുന്ന വേർഡുകളാണെങ്കിൽ ആ സഫിക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രെസ് കൊടുക്കുന്നു. ഉദാഹരണം നോക്കൂ, എൻജിനീയർ, 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 നീ എന്നതിലാണ് സ്ട്രെസ്, എൻജിനീയർ. ഇനി നോക്കൂ അവസാനം പേയി, 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 പേയ്, ഈ എന്നതിലാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള റൂളുകൾ നിലനിൽക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ലിറ്റിൽ ബിറ്റ് ചേഞ്ച് മേ ബി ഇൻ അവർ we just moved to another heading, which is L1 interference. L1 means language first interference. We know that we have already acquired the skill in Malayalam. We learn Malayalam language as our mother tongue from our childhood. And now we are trying to study English as our second language. We are very vehemently using Malayalam. We have pure language skills in our in mother tongue. We use it, we write in it, we understand the rules and regulations of that language, and we speak in it, we write in it. All the skills we acquired, we could understand what Malayali says. And when we are studying the second language English, there may be some interference of the first language to the second language. ഒന്നാമത്തെ ലാംഗ്വേജിൻ്റെ ചില ഇൻ്റർഫിയറൻസ് ഒരു പക്ഷേ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജിൽ വന്നേക്കാം. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. When one learns a second language after acquiring the first language, features of the first language therefore with those of the second languages, that is called L1 interference or negative transfer. The other name of the L1 interference is negative transfer. This question may be asked for your examination. What is L1 interference? What is negative transfer? So please note these words, L1 interference and negative transfer.
Okay, when someone learns a second language after acquiring a first language, acquire ചെയ്തതിനു ശേഷം second language acquire ചെയ്യാൻ ശ്രമിക്കുമ്പോൾ features of the first language therefore with those of the second language, നമ്മുടെ second languageന്റെ കൂടെ first languageന്റെ കുറെ features ഉണ്ടായേക്കാം. ഇതിന് ഉദാഹരണം നമുക്കറിയാം. When the Malayalis or Malayali people are speaking in English, there are little bit change that of the original native English speaking persons, because we have the interference of Malayalam. When Tamil people they are speaking, it is also different, because the Tamil language is interfered with their English. When an African man he is speaking English, his language is interfered with English. When another person from China or Arabian countries they are speaking English, their native or first language is interfered with the English of the second language. So reasons for incorrect pronunciations are, ഇനി അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള ഇൻകറക്റ്റ് പ്രൊനൗൺസിയേഷൻസ് ഉണ്ടായേക്കാം. അതെന്തൊക്കെയാണ്? First one, in a native first language situation, from a very early stage children learn to respond to sounds. We know that we learn to respond to sounds in our early ages. Okay, in India, when English is used as second language, children listen to wrong sounds and tones spoken by their teachers, grown-ups in their environment, and tend to pick up faulty pronunciation. The first cause is that when the children are grown up, they listen to the second language English and they understand the pronunciation mistakenly from their teachers, parents, and from their surroundings. People are speaking different way. There are many examples that we have to handle in the coming slides. We can later examine the examples. Okay. Moreover, we tend to speak English as we speak our mother tongue. We know that we are trying to speak English as our mother tongue, because Malayalis have a relation to our mother tongue. We know that our language has very different. Our in Malayalam, ഞാൻ അവനെ ടീച്ചർ അവനെ അടിച്ചു എന്ന ഒരു വാക്ക് വരുമ്പോൾ അടിച്ചു എന്നത് വെർബ് ലാസ്റ്റ് വരുന്നു, അവനെ എന്ന ഒബ്ജക്റ്റ് സെക്കൻഡ് വരുന്നു, ടീച്ചർ എന്ന സബ്ജക്റ്റ് ഫസ്റ്റ് വരുന്നു. ഇനി അത് ഇംഗ്ലീഷിലേക്ക് പോകുന്ന സമയത്ത് ദ ടീച്ചർ ബീറ്റ്സ് ഹിം, ഒബ്ജക്റ്റ് അവസാനം വരുന്നത് ഹിം അല്ലേ? അതേപോലെ നമ്മൾ ഇംഗ്ലീഷിലും ഒരു പക്ഷേ മലയാളത്തിൻ്റെ റൂൾസ് നമ്മൾ ഇംഗ്ലീഷിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചില സമയത്ത് ശ്രമിക്കും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. Therefore, we tend to make mistakes due to the influence of the first language. We make faults. We want to imitate the second language as the first language. So there may be some problems while we are pronouncing words. So the key areas of L1 interference in Malayalam English learners are, in Malayalam English learners ന്റെ L1 interference ന്റെ key areas ഏതൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. It may be asked for your examination, so you should give a keen understanding or a very minute understanding of the points that is given here. The first part, ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് pronouncing silent letters. Malayalis are pronouncing silent letters in English. For example, the sound d is silent in words like adjourn, budget. കണ്ടോ? അതിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കുക. adjourn, budget, budget കേട്ടോ, budget എന്നുള്ള ജ എന്ന ശബ്ദമാണത്. നിങ്ങൾ ആ പ്രൊനൗൺസിയേഷനിൽ ജ് എന്ന ശബ്ദമാണത്. നിങ്ങൾ ശരിക്കും നോക്കുക, ആ ഡിയുടെയും അതേപോലെ മൂന്നിന്റെ രൂപത്തിൽ ജ ആണ്. നിങ്ങൾ കോൺസണന്റ് പഠിച്ചിട്ടുണ്ടാവും. അത് ഡി അല്ല. ഓക്കെ, അഡ്ജേൺ എന്നാണ് മലയാളികൾ ഉച്ചരിക്കുക. ബഡ്ജറ്റ് എന്നും ചിലപ്പോൾ മലയാളികൾ ഉച്ചരിക്കും. ഇത് രണ്ടും തെറ്റാണ്. ഒന്നാമത്തത് അഡ്ജേൺ,
ബാജിറ്റ് എന്നാണ് ഉച്ചരിക്കേണ്ടത്. The word b is the word b is silent in words such as bomb, comb. നമ്മൾ സാധാരണ പറയുന്നത് ബോംബാണെങ്കിൽ മലപ്പുറത്ത് കിട്ടുന്ന നമ്മളുടെ സിനിമയിലൊക്കെ പറഞ്ഞതല്ലേ. അപ്പോൾ നമ്മൾ ഉച്ചരിക്കുന്ന വാക്ക് ബോംബ് എന്നാണ്. തെറ്റാണ്. തെറ്റാണ് മീൻസ് നാറ്റീവ് സ്പീക്കേഴ്സിന്റെ അടുത്ത് തെറ്റാണ്. ബി ഈസ് സൈലന്റ്. ബോംബ്. കോം, യു നോ വാട്ട് ഈസ് കോം. കോംബ് എന്ന് നമ്മൾ പറയലുണ്ട്. തെറ്റാണ്. കോം. കോം. നെക്സ്റ്റ്, the he is silent in words such as honor, honor, honest. നമ്മൾ സാധാരണ ഹോണർ, ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ സാധാരണഗതിയിൽ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഹോണസ്റ്റ്ലി സേയിങ്, ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് എല്ലാവരും പറയുന്നതാണ് ഹോണസ്റ്റ്ലി. പക്ഷേ ഹോ അല്ല, ഓ. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഇൻ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ, ഓ. No ho, honorable. Okay. And the sound t is silent in words such as ballot. ഇപ്പോൾ ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്, നമ്മൾ ബാലറ്റ് എന്നാണല്ലോ പറയുന്നത്. ബാലറ്റ് ശരിക്കും ഉച്ചാരണം എങ്ങനെയാണ്? ബാലേ, ബാലേ, ബാലേ. കണ്ടോ? ലേ. ക്രിസ്റ്റ്യൻ നമ്മൾ സാധാരണ ഉച്ചരിക്കൽ ക്രിസ്റ്റ്യൻ എന്നാണ്. പക്ഷെ ക്രിസൻ, ക്രിസൻ. ഈ പിന്നെ മാമോദീസ മുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാക്കാണ്, ക്രിസ്ത്യനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാക്കാണ് ക്രിസൻ. ക്രിസൻ വാക്കുച്ചാരണം ക്രിസൻ. അപ്പോൾ ശരിക്കും മനസ്സിലാവും ബാലറ്റ് എന്ന്. നമ്മളെ പത്രങ്ങളിലൊക്കെ വരുന്നതാണ് ബാലറ്റ് പേപ്പർ എന്നത്, എപ്പോഴും കേൾക്കുന്നതാണല്ലോ ഇലക്ഷൻ സമയത്ത്. ബാലേ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ദ ക് സൗണ്ട് ഈസ് സൈലന്റ് ഇൻ വിക്ച്വൽസ്. നമ്മൾ വിക്ച്വൽസ് എന്നാണ് ഉച്ചരിക്കല്. പക്ഷേ വിറ്റിൽസ്, വിറ്റിൽസ് എന്നാണ് ശരിക്കും ഉച്ചാരണം. വിറ്റിൽസ്, വിറ്റിൽസ് ഇതൊരു ഫുഡാണ്. ഇത് ഓൾഡ് ഇംഗ്ലീഷിലുള്ള ഒരു വാക്കാണ് വിറ്റിൽസ് എന്നത്. ഓക്കെ, കി സൈലന്റ് ആണ്. ദ സൗണ്ട് ഗ ഈസ് സൈലന്റ് ഇൻ പോയിഗ്നന്റ് ഓർ പോയിഗ്നന്റ്. നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കല് അല്ലേ? പോയിഗ്നന്റ് അല്ല പോയിഗ്നന്റ് ഉച്ചരിക്കും. ശരിക്കും എങ്ങനെയാണ്? പോയന്റ്, പോയന്റ്, പോയന്റ്. ആ ഉച്ചാരണം നോക്കൂ. പ്രൊനൗൺസിയേഷൻ ട്രാൻസ്ക്രൈബ് ചെയ്ത് എഴുതിയത് ശരിക്കും നോക്കൂ. പ് ഓ ഇ യ ആണ് കേട്ടോ, ജ അല്ല. എൻ ടി, പോയന്റ്. വിഗ്നറ്റ്, വിഗ്നറ്റ് എന്നാണ് നമ്മൾ ഉച്ചരിക്കല്. പക്ഷെ അതല്ല, അങ്ങനെയല്ല ഉച്ചരിക്കേണ്ടത്. വിന്യറ്റ്, വിന്യറ്റ്, വിന്യറ്റ്. ഓക്കെ. ഗ ഈസ് സൈലന്റ്. The sound p is silent in coop. കൂപ്പ് എന്നാണ് പറയാ ആളുകൾ. പക്ഷെ തെറ്റാണ്. കൂ, വെറും കൂ മതി. റെസീപ്റ്റ്, ചില ആളുകൾ പറയും റെസീപ്റ്റ്. റെസീറ്റ് എന്ന് മതി. റെസീറ്റ് ആണ് ഉച്ചാരണം. When we are approaching the office staffs, we want the receipt, not receipt, receipt of the fee remittance. Then we asked, where is my receipt? Not receipt, not receipt, receipt. Okay. And pronunciation, the first problem is pronouncing the silent words. The second problem is pronunciation of double letters. We give more stress on double letters. We are pronouncing it with double letters. The sounds like p, l, m, n and k are wrongly given double articulation while the Malayali speakers are pronouncing it. ശ്രദ്ധിക്കും, ഓരോന്നും ശ്രദ്ധിക്കും. ഓരോ വാക്കുകൾ നമ്മൾ ഉച്ചരിക്കുന്നതാണ് ഞാൻ ആദ്യം പറയുന്നത് കേട്ടോ. അപ്പാരറ്റസ് നമ്മൾ ഉച്ചരിക്കുന്നതാണ്, എല്ലാവരും ഉച്ചരിക്കുന്നതാണ്. നമ്മളെല്ലാവരും ഉച്ചരിക്കുന്ന ഒരു വാക്കാണ് അപ്പാരറ്റസ്. ശരിക്കും അതിൻ്റെ ഉച്ചാരണം അങ്ങനെയല്ല കേട്ടോ. എങ്ങനെയാണ് ഉച്ചാരണം? ആപ്പറേറ്റസ്, ആപ്പറേറ്റസ്. അപ്പ എന്നതിന് ശബ്ദം കൂടുതൽ ഡബിൾ പ്രൊനൗൺസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പറേറ്റസ്, അപ്പറേറ്റസ്. ഓക്കെ. സെക്കൻഡ് വേർഡ് നോക്കൂ. ബ്രില്യൻറ്റ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ് ബ്രില്യൻറ്റ്. അങ്ങനെ എന്ന ശബ്ദത്തിന് കട്ടി കൂട്ടേണ്ട ആവശ്യമില്ല. എങ്ങനെ മതി? ബ്രില്യൻറ്റ്, ബ്രില്യൻറ്റ്, ലിയൻറ്റ്, ബ്രില്യൻറ്റ് ശബ്ദമല്ലാതെ മതി. മൂന്നാമത്തെ നോക്കൂ. സമ്മർ പറയും നമ്മൾ. It is fault. Summer. In the summer season, people are coming to Kerala
from the western countries, people are coming to Kerala in the summer season. Summer. Okay. Fourth one, innocent. Innocent എന്നാണ് നമ്മൾ ഉച്ചരിക്കല്. പക്ഷെ എങ്ങനെയാണ്? Innocent എന്ന് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. Innocent. Fifth one, occult. നമ്മൾ ഉച്ചരിക്കും occult നല്ല ശക്തിയിൽ. ശരിക്കും എങ്ങനെ മതി? occult. വളരെ സിമ്പിൾ ആയിട്ട് ഉച്ചരിച്ചാൽ മതി. So the second problem is pronunciation of double letters, and we can now go to the third problem, pronouncing words without stress shift. മറ്റൊരു പ്രശ്നമാണ്, സ്ട്രെസ് ഷിഫ്റ്റ് ഇല്ലാതെ നമ്മൾ ഉച്ചരിക്കും. അതായത് സ്ട്രെസ് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ അറിയില്ല, നമ്മൾ അതില്ലാതെ ഉച്ചരിക്കും. നോക്കൂ നിങ്ങൾ, in English some words which are used as nouns, adjectives and verbs have the same spelling but pronounced in different ways. നമ്മളിപ്പോൾ ഫസ്റ്റിൽ തന്നെ പറഞ്ഞു, there are some words which have same spelling but we used as nouns, verbs and adjectives in different way, but the pronunciation of the same word in different circumstances is different. But most of the Keralites pronounce these words alike, ഒരേപോലെ ഉച്ചരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ വാക്ക് എന്തൊക്കെയാണ്? ആബ്സ്ട്രാക്റ്റ് ആണ് കേട്ടോ. ആദ്യത്തെ വാക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. ആബ്സ്ട്രാക്റ്റ് ആണ്, ആബ്സെന്റ് എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ വാക്ക് അതിൻ്റെ സ്പെല്ലിംഗ്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ നിങ്ങൾ നോക്കുക. ആബ്സ്ട്രാക്റ്റ്. ആബ്സെന്റ് അങ്ങനത്തെ ഒരു വാക്ക് തന്നെയാണ്, പക്ഷെ അത് നമ്മൾ ഉച്ചരിക്കാൻ പറഞ്ഞു, എഴുതാൻ പറഞ്ഞു അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ആബ്സ്ട്രാക്റ്റ് അഡ്ജക്റ്റീവ് ആണ്. ആബ്സ്ട്രാക്റ്റ്. ഇനി അത് വേർബ് ആകുന്ന സമയത്ത് എങ്ങനെ? അബ്സ്ട്രാക്റ്റ്. പക്ഷെ മലയാളികൾ എല്ലാത്തിനും ആബ്സ്ട്രാക്ട് അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് എന്നാണ് പറയല്. ഇനി ആക്സെന്റ്, ഉച്ചാരണത്തിന്റെ ആക്സെന്റ് എന്ന വാക്ക് നോക്കൂ. അത് വെർബ് ആകുന്ന സമയത്ത് എങ്ങനെയാണ്? accented. The accented syllable, accented verb, accented sentence. accent. Okay, മലയാളികളൊക്കെ accented എന്ന് ഉച്ചരിക്കുന്നു. So the problem is that without the stress shift, words are pronounced by Malayali speakers. Third and next part is another problem of Malayali speakers, pronunciation of es, s and ed. The problem of pronunciation of es, es, ed, ഇതൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലൂറൽ വരുന്ന സമയത്തും അതേപോലെ തന്നെ പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എസ്, എസ്, ഇ ഡി ഒക്കെ ഉപയോഗിക്കുമല്ലോ. അവിടെ വരുന്ന ചില ഉച്ചാരണ പ്രശ്നങ്ങളുണ്ട്. നോക്കൂ നിങ്ങൾ, ചില വാക്കുകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. റോസിസ് കണ്ടോ? റോസസ് നമ്മൾ സാധാരണ പറയുന്ന റോസ് പൂക്കൾ അല്ലേ, അത് പ്ലൂരൽ വരുന്ന സമയത്ത് സ് സൗണ്ടിന് സ് ഉച്ചാരണമാണ് ഉണ്ടാവുക. റോസിസ്. ഇനി നോക്കൂ, ഡോഗ്സ് എന്ന വാക്ക് നമുക്കറിയാം സ് എന്നാണ് നമ്മൾ എഴുതല്, പക്ഷെ ഉച്ചാരണം സ് എന്നാണ്. ഡോഗ്സ്. പക്ഷെ മലയാളികൾ ഡോഗ്സ് എന്നാണ് ഉച്ചരിക്കല്. ഇനി നോക്കൂ, ലുക്സ്. ഈ മൂന്നെണ്ണം നമ്മൾ ഒരേപോലെയാണ്, ആർ പ്രൊനൗൺസ്ഡ് വിത്ത് എസ് ബൈ മലയാളി സ്പീക്കേഴ്സ്. ഈ റോസിസ് ഇസ് എന്നാണ് വരുന്നത്, മറ്റേ സ് എന്നാണ്. ഈ മൂന്ന് എസിന്റെ ഉച്ചാരണങ്ങളെയും നമ്മൾ ഒരേപോലെ ഉച്ചരിക്കുന്നു എന്നാണ് മലയാളി സ്പീക്കേഴ്സിന്റെ മറ്റൊരു പ്രശ്നം. അപ്പോൾ സാധാരണഗതിയിൽ എസിന് ശേഷം ഇ എസ് വന്നാൽ സിസ് എന്നാണ് ഉച്ചരിക്കുക. റോസിസ്, ബസിസ്, ലൈക്ക് ദാറ്റ് നമ്മൾ ഉച്ചരിക്കുന്നു. ഡോഗ്സ്, ഗ എന്നത് പിന്നെ എന്താ പറയാ, വോയിസ്ഡ് സൗണ്ട് ആയതുകൊണ്ടാണ് നമ്മുടെ സ് എന്ന ശബ്ദം എന്തായി മാറിയിട്ടുള്ളത്, പിന്നെ വോയിസ്ഡ് സൗണ്ടിലേക്ക് മാറിയിട്ടുള്ളത്. ഡോഗ്സ് സ് എന്നതിന്റെ വോയിസ്ഡ് ആണല്ലോ സ്, അപ്പോൾ ഡോഗ്സ് എന്നതിലേക്ക് മാറിയിട്ടുള്ളത്. ലുക്സ് അവിടെ പ്രശ്നമൊന്നുമില്ല, സാധാരണ പോലെ തന്നെ. ഓക്കെ, ഇനി നോക്കൂ നിങ്ങൾ, ഇ ഡിയുടെ പ്രശ്നമാണ് നമ്മൾ പറയുന്നത്. റൂറ്റിഡ്, ഇ ഡി, ടിക്ക് ശേഷം ഇ ഡി വന്നാൽ ടിക്ക് ശേഷവും ഡിക്ക് ശേഷവും ട്, ഈ രണ്ട് പദങ്ങൾക്ക് ശേഷവും ഈ ഡി വന്നു കഴിഞ്ഞാൽ
എന്ന പദങ്ങൾക്ക് ശേഷം ED വന്നു കഴിഞ്ഞാൽ ഉച്ചാരണം ഇജ് എന്നായിരിക്കും. ഇജ്. ഇപ്പൊ റൂറ്റിഡ്, റൂറ്റിഡ്, സ്പ്ലൻഡിഡ് കണ്ടല്ലോ, സ്പ്ലൻഡിഡ്. ഇനി റബ്ഡ്, റബ്ഡ്. നെക്സ്റ്റ് റബ്ഡ്, ലുക്ഡ് കണ്ടോ, അവസാനം ട് ആണ്. ലുക്ഡ്, ട് എന്ന് ഉച്ചരിക്കാണ്. ആർ പ്രൊനൗൺസ്ഡ് ആസ് ഡി ഇൻ മലയാളി സ്പീക്കേഴ്സ്. മലയാളി സ്പീക്കർ ഇത് മൂന്നും ഡി ആയിട്ടാണ് ഉപയോഗിക്കുക. റൂട്ടഡ്, റബ്ഡ്, ലുക്ഡ്, ഇങ്ങനെയാണ് മലയാളികൾ പറയാ. വെൻ ഐ ലുക്ഡ്, ലുക്ഡ് എന്നാണ് ട്. ലുക്ഡ്, റബ്ഡ്, റബ്ഡ്, റൂറ്റിഡ്. ഈ വ്യത്യാസം മലയാളി സ്പീക്കേഴ്സ് മറന്നു പോകുന്നു. ഇനി മറ്റൊരു ഇതാണ് സ്ട്രോങ് ആർട്ടിക്കുലേഷൻ ഓഫ് വീക്ക് പ്രൊനൗൺസിയേഷൻ. വീക്ക് പ്രൊനൗൺസിയേഷനെ സ്ട്രോങ് ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു. ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് പ്രൊനൗൺസ്ഡ് ഇൻ ദ സ്ട്രോങ് ഫോംസ്. ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാമറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് എന്ന് പറയുന്നത്. വേർഡുകൾ രണ്ട് തരമുണ്ട്, ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് ആൻഡ് ലെക്സിക്കൽ വേർഡ്സ്. ലെക്സിക്കൽ വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ നേരെ അർത്ഥമുള്ള സാധാരണ കാണുന്ന പൂർണ്ണമായ വാക്കുകൾ. ചിലത് ഗ്രാമറിന് വേണ്ടി നമ്മൾ മാത്രം ഉപയോഗിക്കുന്നതാണ് ഫങ്ഷണൽ വേർഡ്സ്. ഇപ്പോൾ ആം, ഈസ്, വാസ്, ആറ് ഇതൊക്കെ ഫങ്ഷണൽ വേർഡ്സ് ആണ്. ഉദാഹരണം നോക്കുക, അതിന് സ്ട്രെസ് കൂടുതൽ കൊടുക്കലില്ല. ഐ ആം കമ്മിങ് എന്നത് സാധാരണഗതിയിൽ മലയാളികൾ ഉച്ചരിക്കൽ എങ്ങനെയാണ്? ഐ ആം കമ്മിങ് എന്നാണ്. എന്നാൽ ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ഐ ആം കമ്മിങ്, ഐ ആം കമ്മിങ്, ഐ ആം കമ്മിങ്, ഐ ആം കമ്മിങ്. നമ്മൾ ഉച്ചരിക്കാൻ എങ്ങനെയാണ്? ഐ ആം കമ്മിങ്, ഐ ആം കമ്മിങ് നൗ, ഐ ആം കമ്മിങ്, ഐ ആം കമ്മിങ് എന്നാണ് ശരിക്കും അതിൻ്റെ ഉച്ചാരണം. ഓക്കെ, വീക്ക് ഫോമിന് വീക്ക് ഫങ്ഷൻസിന് സ്ട്രെസ് കൊടുക്കുക എന്നാണ്. സ്ട്രോങ് ആർട്ടിക്കുലേഷൻ ഓഫ് വീക്ക് ഫങ്ഷൻ ആണ് നമ്മുടെ ഈ ഒരു മിസ്റ്റേക്ക്. Then we can go another problem. Intrusive y sound is another intrusive. അതിങ്ങനെ നമ്മുടെ പല വാക്കുകളിലേക്ക് ഒരു y സൗണ്ട് കടന്നു വരും. As there is no equivalent to the English vowel sound a in Malayalam, the speaker deal with this problem. What could be called intrusive y? നമ്മൾ ഉദാഹരണം cat, കാറ്റ് എന്നതിലെ കാറ്റ്, കാറ്റ് എന്നതിന് എന്നതിന് ശരിക്കും ഒരു ഉച്ചാരണം മലയാളത്തിലില്ല. നമ്മളെ മലയാളത്തിലെ അല്ല, അത് കുറച്ചും കൂടെ ഒരു വൈഡായിട്ടുള്ള ആണ്. അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് ഇംഗ്ലീഷ് മലയാളത്തിലില്ല. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ക്യാറ്റ് കണ്ടില്ലേ, ക്യാ ഒരു ഈ കടത്തും, ക്യാറ്റ്. ഉദാഹരണം നോക്കൂ, താഴെ എഴുതിയത് ക്യാറ്റ് എന്നത് നമ്മൾ ഉച്ചരിക്കുന്നതാണ് ക്യാറ്റ്. ആ വൈൻ്റെ ചിത്രം കഴിഞ്ഞിട്ടാണ് കേട്ടോ എന്നുള്ളത്. അതിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്കാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അത് ക്യാറ്റിൻ്റെ നേരെ ട്രാൻസ്ക്രൈബ് ചെയ്ത് എഴുതിയത് കേട്ടോ, അത് തെറ്റാണ്, ഫോൾട്ടാണ്. ശരിക്കും എങ്ങനെ റെഡ് ഇങ്കിൽ എഴുതിയത് ക്യാറ്റ്. ക്യാപ്റ്റൻ കണ്ടോ നിങ്ങൾ, ക്യാപ്റ്റിൻ. നമ്മളെങ്ങനെ ഇത് ഉച്ചരിക്കല്? ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ എന്നാണ് നമ്മൾ ഉച്ചരിക്കല്, ക്യാപ്റ്റൻ. നമുക്ക് ക്യാ എന്ന് ഉച്ചരിച്ചാലേ ഒരു ഇത് കിട്ടുള്ളൂ, ക്യാപ്റ്റൻ. ശരിക്കും എങ്ങനെ? ക്യാപ്റ്റിൻ, 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 ക്യാപ്റ്റിൻ. Who is the captain of Indian team? Captain of Indian team. Who is the captain of Indian football team? Indian cricket team. So intrusive y is another problem. What is intrusive y? May be asked in your examination. Next problem is phonetic fossils. എന്താണ് phonetic fossils? ശരിക്കും മനസ്സിലാക്കുക, എക്സാമിന് ചോദിക്കും. ദ ലാർജ് നമ്പർ ഓഫ് ലോൺ വേർഡ്സ്, ചില ലോൺ വേർഡ്സുകൾ. ലോൺ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ്സ് അഡാപ്റ്റഡ് ഫ്രം എ ഫോറിൻ ലാംഗ്വേജ് വിത്ത് ലിറ്റിൽ ഓർ നോ മോഡിഫിക്കേഷൻ. വിത്ത് ലിറ്റിൽ ഓർ നോ മോഡിഫിക്കേഷൻ, എവറി ലാംഗ്വേജസ് ആർ അഡാപ്റ്റിംഗ് വേർഡ്സ് ഫ്രം ഫോറിൻ ലാംഗ്വേജസ്. ഫോർ എക്സാമ്പിൾ ഇൻ ഇംഗ്ലീഷ്, ഉദാഹരണം വരാന്ത. വരാന്ത എന്ന വാക്ക് ഹിന്ദിയിൽ നിന്ന് പോയിട്ടുള്ളതാണ്. അഡ്മിറാൾ എന്നുള്ളത് അറബിയിൽ നിന്ന് പോയിട്ടുള്ളതാണ്. വക്കീൽ എന്ന് മലയാളത്തിലേക്ക് വന്നിട്ടുള്ളത് അറബിയിൽ നിന്നാണ്. പിന്നെ ഇംഗ്ലീഷിലേക്ക് ഒരുപാട് വാക്കുകൾ പോയിട്ടുണ്ട് അറബിയിൽ നിന്നും മറ്റുമൊക്കെ. ഫ്രഞ്ചിൽ നിന്ന് ഒരുപാട് വാക്കുകൾ വന്നിട്ടുണ്ട്, ലാറ്റിനിൽ നിന്ന് വാക്കുകൾ വന്നിട്ടുണ്ട്. ഈ വാക്കുകൾ ലോൺ വേർഡ്സ് വരുമ്പോൾ, ദ ലാർജ് നമ്പർ ഓഫ് ലോൺ വേർഡ്സ് ഹാവ് ബിക്കം ഇൻറ്റിഗ്രേറ്റഡ് ഇൻ ടു എവറിഡേ യൂസ് ഓഫ് മലയാളം
ഹാസ് ഹാഡ് എ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഓൺ ദ പ്രൊനൗൺസിയേഷൻ ഓഫ് സർട്ടൻ ഇംഗ്ലീഷ് വേർഡ്സ്. ചില വാക്കുകൾ മലയാളത്തിലേക്ക് നമ്മൾ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നിട്ടുള്ള പല വാക്കുകളെയും അതിൽ മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ ഉപയോഗിക്കുന്ന വാക്കുകളാണത്. അതിന് ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലേക്ക് പിന്നെ വരുന്ന സമയത്ത് പ്രൊനൗൺസിയേഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. ഹാസ് ഹാഡ് എ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഓൺ ദ പ്രൊനൗൺസിയേഷൻ ഓഫ് ദ ഇംഗ്ലീഷ് വേർഡ്സ്. നോക്കൂ നിങ്ങൾ, ഓംലെറ്റ് എന്ന പദം നമ്മൾ ഓംലെറ്റിന് എന്താ ഉപയോഗിക്കല്? ആംബ്ലൈറ്റ്. എഴുതിയ കണ്ടത് നിങ്ങൾ? ആംബ്ലൈറ്റ്. ആംബ്ലൈറ്റ് എന്ന പദമാണ് ഉപയോഗിക്കല്. കറക്റ്റ്. ഇങ്ങോട്ട് നോക്കൂ, ഓംലെറ്റ്, ഓംലെറ്റ്. നെക്സ്റ്റ് പദം നോക്കൂ, ഡിവോഴ്സ്. നമ്മൾ ഉച്ചരിക്കൽ എങ്ങനെയാണ്? ഡൈവോഴ്സ്. ഡൈവേഴ്സ് ആയോ? ഡൈവേഴ്സ് ആണ് എന്നല്ലേ പറയല്? ശരിക്കും ഡിവോഴ്സ്. കറക്റ്റ്. ഇനി അടുത്ത വാക്ക് നോക്കൂ നിങ്ങൾ, അതിൻ്റെ ഉച്ചാരണം നോക്കൂ, സ്പഞ്ച്. നമ്മൾ ഉച്ചരിക്കൽ എങ്ങനെ? സ്പോഞ്ച്. സ്പോഞ്ച്. നിങ്ങൾക്കറിയില്ല വാക്ക്? അതിൽ ഫസ്റ്റ് നോക്കൂ, സ്പോഞ്ച്. ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് ആദ്യം കൊടുത്തിട്ടുള്ളൂ, കറക്റ്റ് ആയിട്ടുള്ള അവസാനം കൊടുത്തത് സ്പഞ്ച്. അപ്പോൾ ഫൊണറ്റിക് ഫോസിൽസ് എന്ന് പറഞ്ഞാൽ, ഫോസിൽസ് എന്ന് പറഞ്ഞാലല്ല പഴയ ചരിത്രത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്നത്. അപ്പം ഈ ലോൺ വേർഡ്സ് ആയിട്ട് വന്ന വാക്കുകൾ പിന്നീട് അത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉച്ചാരണം മാറിപ്പോകുന്നു എന്നാണ് ഫോണറ്റിക് ഫോസിൽസ് എന്ന് പറയുന്നത്. Problem with the sound z. Another problem is that problem with the sound z. Due to the absence of a corresponding Malayalam sounds for z, we tend to replace it with s. z സൗണ്ട് നമ്മളെ മലയാളത്തിൽ ഇല്ല, നമുക്കറിയാം. മലയാളത്തിൽ z സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ സ് നമ്മൾ ഉച്ചരിക്കുന്നു പലപ്പോഴും. ഉദാഹരണം, സു. സു നമ്മൾ എങ്ങനെ ഉച്ചരിക്കല്? സു. ബട്ട് കറക്റ്റ് ഈസ് സു. സീബ്ര. സീബ്ര നമ്മൾ എങ്ങനെ ഉച്ചരിക്കുക? സീബ്ര. ശരിക്കും എങ്ങനെയാണ്? സീബ്ര. ഫേസ് അല്ലേ, നമ്മൾ ഉച്ചരിക്കല് ഫേസ്. ഫേസ് എന്ന ഉച്ചാരണമാണ് അതിൻ്റെ. ബട്ട് കറക്റ്റ് ഈസ് ഫേസ്. There are three phases of അല്ലേ, phases of reading, or three phases of reading we can say. Okay, these were the problems. ഇനി പ്രോബ്ലം ഓഫ് പ്രൊനൗൺസിങ് നമ്പേഴ്സ്. നമ്പേഴ്സ് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ ചില തെറ്റുകൾ വരുത്തുന്നു. ഉദാഹരണം നോക്കൂ, 11, 12, 20. എന്നാൽ നമ്മളെങ്ങനെയാണ് മിസ് പ്രൊനൗൺസ്? 11, 12, 20, 20 അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. 20, പക്ഷേ 20, 12, 11 എന്നൊക്കെയാണ് ഉച്ചരിക്കേണ്ടത്. പക്ഷെ 11 ചില ആളുകൾ ഉച്ചരിക്കുന്ന 11, 12, 12, 20 ഉച്ചരിക്കുന്നു. ഇത് റോങ് പ്രൊനൗൺസിയേഷൻ ആണ്. ഇനി മറ്റൊന്നാണ് റോൺ അസിമിലേഷൻ. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളതിലേക്ക് ചേർത്തിട്ട്, ചില വാക്കുകളെ ഒന്നിലേക്ക് ചേർത്തിട്ട് നമ്മൾ അസിമിലേറ്റ് ചെയ്യുന്ന സമയത്ത് റോങ് അസിമിലേഷൻ നടക്കുന്നു. അങ്കിൾ. അങ്കിൾ എന്നതിന് നമ്മൾ സാധാരണ ഉച്ചരിക്കല് അങ്കിൾ. അങ്കിൾ എന്ന ഗ സൗണ്ടാണ് നമ്മൾ ഉച്ചരിക്കല്, അങ്കിൾ. എന്നാൽ അത് ശരിക്കും, എന്നാൽ എങ്ങനെ ശരിക്കും ഉണ്ടാല്? അങ്കിൾ. കാൻറ്റീൻ, കാൻറ്റീൻ. എന്നാൽ നമ്മൾ ഉച്ചരിക്കൽ എങ്ങനെ? തെറ്റായി ഉച്ചരിക്കല് കാൻറ്റീൻ, ഡി, കാൻറ്റീൻ, കാൻറ്റീൻ. ഇനി കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ. പ് സൗണ്ട് ഇട്ട കമ്പ്യൂട്ടർ. എന്നാൽ നമ്മൾ ഉച്ചരിക്കൽ എങ്ങനെ? കമ്പ്യൂട്ടർ, ബി, ബ് സൗണ്ട്, കമ്പ്യൂട്ടർ. വി ആർ അസിമുലേറ്റിംഗ് ദ വേർഡ്സ് ഇൻ ടു അവർ ലാംഗ്വേജസ്. നമ്മളൊരു ചെറിയ മാറ്റം വരുത്തുന്നു എന്നാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇതോടുകൂടി നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാകുന്നു എന്ന് വിചാരിക്കുന്നു. The questions you have to comment in the comment box are, നമുക്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കേണ്ട കുറച്ച് ചോദ്യങ്ങളെയാണ് നമുക്ക് ഉച്ചരിക്കേണ്ടത്. അത് ഞാനിതിവിടെ ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പോകുന്നു. നിങ്ങളത് പിന്നെ കമൻറ്റ് ബോക്സിൽ കൊടുക്കണം. വാട്ട് ഈസ് ലോൺ വേർഡ്? വാട്ട് ഈസ് ലോൺ വേർഡ്? ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലോൺ വേർഡ്? And the second question is, what is L1 interference?
L1 interference. And the third question is, how can we pronounce bomb? ബോം. അപ്പോൾ ബോം എന്നതിൻ്റെ പ്രൊനൗൺസിയേഷൻ നിങ്ങളത് പിന്നെ ഡിക്ഷണറിയിൽ പോയിട്ട് കോപ്പി ചെയ്തിട്ട് പിന്നെ നിങ്ങളതിൽ കൊടുക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Okay, these were the three questions, and I could understand. I believe that you might have understood what I have said to you, what I have described. If any problem, if any or if any misunderstanding, or if any problem while you are going through the classes, please connect to me. Please contact with me via comment box or my PM in my WhatsApp number. Whatever it may be, I will correct the problems. Okay, thank you for your listening.